നെക്സ്റ്റ് മീന അലക്സാണ്ടറിൻ്റെ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോസ് എന്നുള്ള പോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പോയത്തിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഇമേജസും സിംബൽസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിറ്റി, മെമ്മറി, ഫീമെയിൽ എക്സ്പീരിയൻസ് വിത്തിൻ കൾച്ചറൽ ആൻഡ് ഫാമിലി കോണ്ടെക്സ്റ്റ്, ഇതാണ് ഇതിനകത്ത് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് മീന അലക്സാണ്ടർ. മീന അലക്സാണ്ടർ ഒരു ഇന്ത്യൻ അമേരിക്കൻ പോയറ്റാണ്, സ്കോളറാണ്. ആൻഡ് വളരെ എന്താ പറയുക, ഡീപ്ലി ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള വർക്ക്സാണ് ഇവർ എഴുതുന്നത്. അലഹബാദിലാണ് ജനിച്ചത്. ആൻഡ് ദെൻ ഇംഗ്ലണ്ടിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും പോയി പഠിച്ചു. അവരുടെ റൈറ്റിങ്ങിനകത്ത് നമുക്ക് മൾട്ടി കൾച്ചറൽ ഐഡൻറ്റിറ്റി, മൈഗ്രേഷൻ, മെമ്മറി, ഫീമെയിൽ ബോഡി, ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പോയട്രിയും ഫിക്ഷനും എസ്സേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ മെമ്മോയറിൻ്റെ പേരാണ് ഫോൾട്ട് ലൈൻസ് എന്നുള്ളത്. സോ അവരൊരു ഫെമിനിസ്റ്റാണ്, ഒരു പോസ്റ്റ് കൊളോണിയൽ റൈറ്ററാണ്. പിന്നെന്താണ്, ഈ ഇമിഗ്രൻ്റ് ലിറ്ററേച്ചറിൻ്റെ ഒരാളും കൂടെയാണ് മീന അലക്സാണ്ടർ എന്ന് പറയുന്നത്. ഇന്ത്യൻ അമേരിക്കൻ പോയിറ്റ് ആണല്ലോ, അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് പോയ എക്സ്പീരിയൻസിനെ കുറിച്ചും പൊതുവെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ് ഇവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ലൈനിനകത്ത് പറയുന്നത് ദിസ് ഹൗസ് ഹാസ് എ 1000 ഡോസ്. അതായത് ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ആളുടെ എന്താ പറയുക, മൾട്ടി ഫേസറ്റഡ് നേച്ചർ ഓഫ് ഐഡൻറ്റിറ്റി. പെർട്ടിക്കുലർലി ഇപ്പോൾ ഒരാൾ അയാളുടെ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു. സോ അയാൾക്ക് ആ നാട്ടിലെയും ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ കൾച്ചറുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തം ഐഡൻറ്റിറ്റിയും കൾച്ചറുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു മൾട്ടി കൾച്ചറലിസം, ആ ഒരു നേച്ചർ ഓഫ് ഐഡൻറ്റിറ്റി, ആ ഒരു എക്സ്പീരിയൻസ്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ ഹൗസ് എന്ന് പറയുന്ന ഒരു സിമ്പൽ നിൽക്കുന്നത്. ഈ 1000 ഡോർസ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂമറസ് ആയിട്ടുള്ള ചോയ്സസ്, മെമ്മറീസ്, നമ്മുടെ തന്നെ സെൽഫിൻ്റെ, നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റിയുടെ, നമുക്ക് തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഫേസസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. സോ അതിനെയൊക്കെയാണ് ഇവിടെ ഹൗസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഹൗസ് ഹാസ് എ 1000 ഡോർസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് 1000 ഡോർസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് തന്നെ ഒരുപാട് ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്, നമുക്ക് ഒരുപാട് മെമ്മറീസും ചോയ്സസും, നമുക്ക് തന്നെ നമ്മുടെ സെൽഫിന് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ദ സിൽസ് ആർ കട്ട് ഇൻ ബ്രോൺസ് 3 feet ഹൈ ടു കീപ്പ് ഔട്ട് സ്നേക്സ്, ടോഡ്സ്, വാട്ടർ റാറ്റ്സ്. ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പടി, അതായത് നമ്മുടെ വീടിനകത്തോട്ട് കയറുമ്പോൾ ഉള്ളൊരു പടിയുണ്ടല്ലോ, പൊക്കി വെച്ചേക്കുന്ന പടി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രോൺസിലാണ്. ആ ബ്രോൺസ് ഒരു അലോയാണ്. ബ്രോൺസ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രോൺസ് എന്നുള്ള ഇമേജ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൾച്ചറലായിട്ടുള്ള എന്താ പറയുക, ഒരു കളക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. ഇനി എലിവേറ്റഡ് ആണ്, അതായത് 3 feet ഹൈ ആണുള്ളത് ഈ പടിക്ക്. അതെന്തിനാണ്, പ്രൊട്ടക്റ്റീവായിട്ട് വെച്ചേക്കുവാണ്. അതായത് ഈ സ്നേക്സിൽ നിന്നും, തവളയിൽ നിന്നും, ഈ റാറ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അകത്തോട്ട് അവർ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഈ എന്ത് ചെയ്യുകയാണ്, സിൽസിനെ എല്ലാം 3 feet ഹൈയിൽ വെച്ചിരിക്കുകയാണ്. ഈ ബ്രോൺസ് സില്ലിനെ, അതായത് പടിയെ ഇവിടെ 3 feet ഹൈയിലൂടെ ഉയർത്തിയേക്കുവാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീടിനെ അല്ലെങ്കിൽ അതിനകത്തുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നൊരർത്ഥവും ഉണ്ട്. പിന്നെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഈവിൾസിൽ നിന്നൊക്കെ നമ്മളെ കീപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയും എന്താണ്, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്യൂരിറ്റി, സാങ്ക്ടിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും ഒക്കെയാണ് ഇത് വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ദാറ്റ് ഷിമ്മർ ഇൻ ദ ബോൾഡ് റീഡ്സ് അറ്റ് ട്വൈലൈറ്റ് ആസ് ദ സൺ ബേൺസ് ഡൗൺ ടു ദി കേരള കോസ്റ്റ്. ഒരു വിവിഡ് ഇമേജറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കേരള കോസ്റ്റിനെ കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് ട്വൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസിഷൻ ആയിട്ടുള്ള ടൈമാണ് ട്വൈലൈറ്റ് എന്ന് പറയുന്നത്. സന്ധ്യയാവാൻ വേണ്ടി പോകുന്ന സമയമാണ്, ആ ഒരു ഈവനിങ് അല്ലെങ്കിൽ ആ ഒരു നൈറ്റിലോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഷിമ്മർ ഇൻ ദ ബോൾഡ് റീഡ്സ് അറ്റ് ട്വൈലൈറ്റ് ആസ് ദ സൺ ബേൺസ് ഡൗൺ ടു ദി കേരള കോസ്റ്റ്. അതായത് ആ ട്രഡീഷണൽ നിന്ന് മോഡേൺ വാല്യൂസിലോട്ട് പോകുക, അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് ഡെത്തിലോട്ട് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ റൂഫ് ഈസ് ടൈൽഡ് ഇൻ റെഡ്. അതായത് ഈ വീടിൻ്റെ റൂഫ് റെഡ് കളറിലാണ് ടൈൽ ചെയ്തിരിക്കുന്നത്. അത് ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ആർക്കിടെക്ചറിനെയാണ് കാണിക്കുന്നത്. ഇനി സിൽവർ ലൈറ്റ്നിങ് റോഡുണ്ട്. അതായത് ഒരു സിൽവർ ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ലൈറ്റ്നിങ് റോഡ് മുകളിലുണ്ട്, വീടിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഈ സിൽവർ ലൈറ്റ്നിങ് റോഡിന് വേറൊരു മീനിങ്ങും കൂടെ ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു ജേണി അല്ലെങ്കിൽ ക്വസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്താണ്, ഇറ്റ് ഇസ് നോട്ട് ബൗണ്ട് നോവെയർ അല്ലെങ്കിൽ എനിവെയർ. അതായത് ഈ വീടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് യാതൊരുവിധ കാര്യവുമായിട്ട് കണക്റ്റഡ് അല്ല.
എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വീടെന്ന് വെച്ചാൽ ആരാണ്? ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. സോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എന്താണ്, നമ്മളൊരു ജേർണി അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നമുക്ക് എന്താണ്, ഒരു എയിമില്ല. നമ്മളിങ്ങനെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്ലിയർ ഡെസ്റ്റിനേഷൻ ഇല്ലാതെ. അതായത് ഒരു കപ്പലിൽ എങ്ങനെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഡയസ്പോറിക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഡയസ്പോറിക് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് താമസിക്കുകയാണ്. നമുക്കപ്പോൾ നമ്മുടെ സ്ഥലത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഹോം സിക്നെസ് അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും? നമ്മളൊരു കപ്പലിനകത്ത് നമ്മളിങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? യാതൊരു വിധത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. നമ്മൾ 2 ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ ട്രാപ്പായി കിടക്കുവാണ്. ഒന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെയും, ഒന്ന് നമ്മൾ ഈ പറിച്ച് നടപ്പെട്ട ഈ നാട്ടിലെയും. അതാണ് ഇവിടെ ഡയസ്പോറിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി 5th ലൈനത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ ഡ്രീംസ് വേവ്സ് ലിൽറ്റ് എ സിൽക്കൻ ഫാൻ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹാൻഡ്സ് ഷെൽ കളേർഡ് അട്ടേർലി ബെയർ ആസ് എ ലൈറ്റ് ടേക്സ് കെയർ. ഇനി ഒരു ഡ്രീമിനെ കുറിച്ച് പറയുവാണ്. അതായത് വേവ്സ് എന്ന് പറയുന്നത്, തിരമാലകളെന്ന് പറയുന്നത് ഒരു സിൽക്കി ഫാനായിട്ട് മാറുന്നു. അത് ഗ്രാൻഡ് മദറിൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടും, ആ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിലിരിക്കുന്ന സിൽക്കി ഫാൻ എന്തിനെയാണ് കാണിക്കുന്നത്? ആ ഒരു ഗ്രേസ് അല്ലെങ്കിൽ ട്രഡീഷനെയാണ് കാണിക്കുന്നത്. ഫാൻ എന്ന് പറയുന്നത് ഷെൽ കളേർഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷെൽ കളേർഡ് ഫാനും ലൈറ്റ് എന്ന് പറയുന്നതും എന്തിനെയാണ് കാണിക്കുന്നത്? ആ ഒരു ട്രൂ സെൽഫിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ട്രൂ നേച്ചറിനെ അല്ലെങ്കിൽ ആ ട്രൂ സെൽഫിനെയാണത് കാണിക്കുന്നത്. ഇനി ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ നീൽസ് അറ്റ് ഈച്ച് ഓഫ് ദ 1000 ഡോർസ് ഇൻ ടേൺ പേയിങ് ഹർ ഡ്യൂസ് ഹർ ഡെറ്റസ് ഇൻ എൻഡ്ലെസ്. ഈ ഗ്രാൻഡ് മദറിൻ്റെ ആക്ട് ഓഫ് നീലിംഗ്, ഓരോ ഡോറിൻ്റെ അടുത്ത് ഇവർ നീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് അവരുടെ ഡിവോഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബേർഡനെയാണ് കാണിക്കുന്നത്. അത് ഈ സ്ത്രീകളുടെ മേലിങ്ങനെ ആണുങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട, പണ്ടത്തെ തറവാടുകൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ ഒരു ബേർഡനെയാണ്. അതായത് ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ നീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്? സ്ത്രീകൾ സപ്രസ് ചെയ്തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഒരു എൻഡ്ലെസ് ഡെറ്റിലാണ് ഇവർ, ആ ഒരു ഒരിക്കലും തീരാത്ത കടത്തിലാണ് ആരെന്ന് പറയുന്നത്, ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. അതായത് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ തറവാടുകളിൽ ഈ ട്രഡീഷൻ്റെ പേരിലും പേട്രിയാർക്കിയുടെ പേരിലും ഒരുപാട് ഒബ്ലിഗേഷൻസും ഡ്യൂട്ടീസും ഉണ്ട്, കുറേ സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻസും ഉണ്ട്. ആ ഭാരം താങ്ങാൻ വയ്യാതെ ഈ ഗ്രാൻഡ് മദറിനെ പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ വലിയ വീടിൻ്റെ ഓരോ ഡോറിലും എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടുകുത്തി നിന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് ആണുങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് തല കുനിച്ച് മുട്ടുകുത്തി നിൽക്കാനാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വിധി. ഐ ഹിയർ ദ ഫ്ലൂട്ട് പ്ലേഡ് ഇൻ ഡാർക്ക്നെസ് എ ബ്രൈഡ്സ് മ്യൂസിക്. ഈ ഫ്ലൂട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനുമായിട്ടും പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ലവ് അല്ലെങ്കിൽ ലോങ്ങിങ്ങിനെയും കാണിക്കുന്നുണ്ട്. ഒരു ബ്രൈഡിൻ്റെ മ്യൂസിക് കേൾക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു കല്യാണത്തിൻ്റെ ആ ഒരു മ്യൂസിക് കേൾക്കുന്നു. അതായത് പുതിയ ബിഗിനിങ്സിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ സ്ത്രീകൾ ഫുൾഫിൽ ചെയ്യേണ്ട ആ ഒരു എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ റോൾസ് ഉണ്ടല്ലോ, അതിനെയാണ് കാണിക്കുന്നത് കല്യാണം എന്നുള്ളത്. A poor folk thing, I watched her kneel in all my lifetime, imploring the household gods who will not let her in. ഇനി സ്പീക്കർ വീണ്ടും പറയുന്ന ആരെയാണ്? പുവർ ഫോർക്ഡ് തിങ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാൻഡ് മദറിനെയാണ്. ഗ്രാൻഡ് മദർ ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ നീൽ ചെയ്യുവാണ്. പക്ഷേ എന്നാലും ഇവരുടെ വീടുകളിൽ ഇങ്ങനെ വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങൾ പോലും, ഹൗസ് ഹോൾഡ് ഗോഡ്സ് പോലും അവരെ അകത്തോട്ട് കയറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? അൺറെസ്പോൺസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവർ എത്രമാത്രം ഡിവോഷനായിട്ട് നിന്നാലും, ഡിവോട്ടഡായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്താലും, പക്ഷേ ഇവരെ സൈലൻസ് ആക്കി എന്ത് ചെയ്യുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വീട്ടിനകത്തിരിക്കുന്ന അതായത് ഇവർ തന്നെ വിളക്ക് കത്തിക്കുന്ന ദൈവങ്ങൾ പോലും ഇവരെ എന്ത് ചെയ്യുന്നില്ല? അകത്തോട്ട് കയറ്റുന്നില്ല. അതായത് പേട്രിയാർക്കിയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. സ്ത്രീകളുടെ ആ ഒരു മാർജിനലൈസേഷനാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡയസ്പോറിക് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, ഫീമെയിൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ ഫെമിനിസത്തിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മീന അലക്സാണ്ടർ ഹൗസ് ഓഫ് 1000 ഡോർസ് എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നു? മെമ്മറി ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്, കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഹൗസ് എന്ന് വെച്ചാൽ ഇവിടെ ഐഡൻറ്റിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഹൗസിന് 1000 ഡോർസ് എന്ന് വെച്ചാൽ ഈ നമുക്ക് എന്താണ്, ആയിരക്കണക്കിന് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. നമുക്ക് തന്നെ പല മുഖങ്ങളുണ്ട് എന്ന് പറയുന്ന പോലാണ്. അതായത് സ്പീക്കറിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ആ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്മെൻറ്റഡ് നേച്ചറിനെയാണ് പറയുന്നത്. നമ്മൾ മൈഗ്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, അല്ല, ഇതെല്ലാമാണ് നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മെമ്മറീസും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. ഇനി
ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ ഇമേജ് വെച്ചിട്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫീമെയിൽ ഫിഗറിനെയാണ് പറയുന്നത്. അവരവരുടെ ഡ്യൂട്ടി കൊണ്ടും പ്രെയർ കൊണ്ടും കൾച്ചറൽ കണ്ടിന്യൂറ്റി കൊണ്ടും അവരെ ഇങ്ങനെ ബന്ധിച്ച് വെച്ചേക്കുവാണ് ഈ വലിയ തറവാട്ടിൽ, ഈ ഒരു ഹൗസ് വിത്ത് 1000 ഡോർസിൽ. അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നീൽ ചെയ്യുന്നു. അവരുടെ ആ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള കടം, അതിനെ ഇവിടെ അവിടെ ആ ഒരു ഇമേജാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സ്ത്രീകൾ ഒരുപാട് ജനറേഷനായിട്ട് ഇങ്ങനെ ബേർഡൻ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കുവാണ്. ഇനി പോയം റൂട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വീടിൻ്റെ ടൈൽഡ് റൂഫ്, ബ്രോൺസ് സില്ല്, സൺ ബേണിംഗ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ യൂണിവേഴ്സൽ തീമിനെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച്, ലോങ്ങിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെന്താണ്, നമ്മളൊരു വീടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും പോയത്തിനകത്ത് എക്സൈല്, നൊസ്റ്റാൾജിയ പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഫ്ലൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് കൃഷ്ണൻ്റെ ഇമേജിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവങ്ങൾ പോലും സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണ്. അത് ആ ഒരു ഇമോഷണൽ ഏലിനേഷനാണ് ഇതിനകത്ത് പറഞ്ഞ് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ പോയത്തിലെ തീംസ് ആണ് നോക്കാൻ പോകുന്നത്. തീംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മേജർ തീമായിട്ട് വരുന്നത് ഫീമെയിൽ ഐഡൻറ്റിറ്റി ആൻഡ് ഒപ്രഷൻ വരുന്നുണ്ട്. ഫീമെയിൽ ഐഡൻറ്റിറ്റി ആൻഡ് ഒപ്രഷൻ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പോം ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ റോള് എക്രോസ് ജനറേഷൻസ്, ഓരോ ജനറേഷനിലും സ്ത്രീകളുടെ റോൾ എങ്ങനെയായിരുന്നു എന്നും അവരുടെ സൈലൻസ്, അവരുടെ സാക്രിഫൈസ്, അവരുടെ സ്പിരിച്വൽ ഡിവോഷൻ അതൊക്കെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ആരും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യവും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് മദറിൻ്റെ എൻഡ്ലെസ് ഡെറ്റ് എന്നുള്ളത്, ആൻഡ് അവരുടെ അൺആൻസേർഡ് ആയിട്ടുള്ള പ്രേയേഴ്സ്. അപ്പോൾ അതെല്ലാം പേട്രിയാർക്കൽ ഒപ്രഷനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡയസ്പോറയും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ഡയസ്പോറ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ താമസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പോയി മാറുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻ ബിറ്റ്വീൻ കൾച്ചറിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ നല്ല രീതിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഹൗസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റഫറാണ്. എന്തിൻ്റെ മെറ്റഫറാണ്? നമ്മുടെ ഫ്രാഗ്മെൻറ്റഡ് ഐഡൻറ്റിറ്റിയുടെ, അതായത് നമ്മൾ ബിലോങ് ചെയ്യുന്ന വേറെ ആണെങ്കിലും നമ്മുടെ മനസ്സ് വേറെ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയും ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് എക്സിസ്റ്റൻസ് ആയിരിക്കും നമുക്കുള്ളത്. ആ ഹൗസ് അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെമ്മറിയും ഇൻഹെറിറ്റൻസും ആണ്. ആളുകളുടെ, പ്ലേസിൻ്റെ, കൾച്ചറിൻ്റെ മെമ്മറിയൊക്കെ ഈ ഒരു പോയത്തിൽ വളരെ സെൻട്രലാണ്. അപ്പോൾ അത് നൊസ്റ്റാൾജിയ മാത്രമല്ല ഇത് ക്യാരി ചെയ്യുന്നത്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ വെയിറ്റ് കൂടിയുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ യേണിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലോങ്ങിങ് ആണ്. അതായത് ഡിവൈനിൻ്റെ സൈലൻസ്. ഒരു സ്പിരിച്വൽ ക്രൈസിസ് ആണ് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. കൃഷ്ണൻ്റെ ഫ്ലൂട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നു, മാരേജിൻ്റെ സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്താണ്, ഹൗസ് ഹോൾഡ് ഗോഡ്സ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഗ്രാൻഡ് മദറിൻ്റെ ഡിവോഷൻ എന്തുമാത്രം ഉണ്ടായിരുന്നിട്ട് പോലും ഈ വീടിനകത്ത് ഇവർ തന്നെ വെച്ച് വിളക്ക് കത്തിക്കുന്ന ദൈവങ്ങളെന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണ്. അതായത് ഫെയ്ത്തിനും ട്രഡീഷനും ഒരു കൾച്ചറൽ സിസ്റ്റത്തിനും ഈ ഒരു സ്പിരിച്വൽ ക്രൈസിസിനെ അല്ലെങ്കിൽ ഈ ഒരു പേട്രിയാർക്കൽ സപ്രഷനെ മറികടക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ സ്റ്റാൻസ 1 ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഹൗസിനെ കുറിച്ചും വിത്ത് മെനി ഡോർസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതായത് 1000 ഡോർസ് ഉള്ള ഒരു വീട്. ആ 1000 ഡോർസ് ഉള്ള വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരുപാട് സെൽഫിനെ അല്ലെങ്കിൽ നമ്മുടെ പല ഐഡൻറ്റിറ്റിയെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാത്തിനെയും ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ബ്രോൺസ് സിൽസ് എന്ന് വെച്ചാൽ എൻട്രൻസ് കുറച്ചുകൂടെ റേസ് ചെയ്തിട്ടേക്കുവാണ്. അതെന്തിനു വേണ്ടിയാണ്? അൺവാണ്ടഡ് ആനിമൽസിനെ അകത്ത് കയറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ അഥവാ എന്തെന്ന് നമുക്ക് പറയാം, ഈ സൊസൈറ്റിയുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സോഷ്യൽ ഈവൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണെന്നും പറയാം. അപ്പോൾ ഹൗസ് എന്ത് ചെയ്യാണ്? ഡേഞ്ചറിൽ നിന്ന് സ്വയം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എൻട്രൻസ് കുറച്ചും കൂടെ റേസ് ചെയ്ത് വെച്ചേക്കുവാണെന്നും പറയുന്നുണ്ട്. അതായത് ഹൗ പീപ്പിൾ പ്രൊട്ടക്ട് ദിയർ മൈൻഡ്സ് ഓർ ഹാർട്ട്സ് ഫ്രം ഇമോഷണൽ ഹാം. നമ്മൾ എങ്ങനെയാണ് കുറേ ആളുകളെ നമ്മളിങ്ങനെ അകറ്റി നിർത്തത്തില്ലേ ജീവിതത്തിൽ നിന്ന്? നമുക്കൊരു പാഠം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ആളുകളെ ഡിസ്റ്റൻസ് ഇട്ട് സൂക്ഷിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു എന്ത് ചെയ്യാനാണ്? അവോയ്ഡ് ദം നമ്മളെ എപ്പോഴും ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഹേർട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഹേർട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീടിനെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീടെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ. ഇനി സ്റ്റാൻസ 2 എന്ന് പറയുന്നതിനകത്ത് വീണ്ടും പറയുന്നത് എന്താണ്? ട്വൈലൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് സീനിലോട്ടാണ് പോകുന്നത്. കേരള കോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആനിമൽസ് ആയിട്ടുള്ള സ്നേക്സ്, ഈ തവളക്കുഞ്ഞ്, ടോട്ട്സ്, അതെല്ലാം ഇപ്പോഴും ടോൾ ഗ്രാസിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് വരവുന്നുണ്ട്. പിന്നെന്താണ്, സൺ ഇപ്പോൾ പോവുകയാണ്, അതായത് ഈവനിങ് ആയല്ലോ, അപ്പോൾ സൺ പോവുകയാണ്. ആൻഡ് ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. ഒന്നുകിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ ആ ഡേയുടെ എൻഡ്, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്റ്റാൻസ 3 പിന്നെയും നമ്മുടെ കേരള ട്രഡീഷണൽ ഹോമിനെ കുറിച്ചാണ് പറയുന്നത്. വീടിൻ്റെ മേൽക്കൂര ചുമന്ന ടൈൽഡ് റൂഫാണെന്ന് പറയുന്നുണ്ട്.
റൂഫിനൊരു സിൽവർ ലൈറ്റ്നിങ് റോഡുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ലൈറ്റ്നിങ് റോഡിനെ പോയിട്ട് ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ടിനെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പ്രോ എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓഫ് എ ഷിപ്പ് എന്നാണ് മീനിങ്. പക്ഷേ ഈ ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയും ബൗണ്ട് ചെയ്തിട്ടില്ല, അതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ, ഒരു ജേണി ഇല്ലാതെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബീയിങ് ലോസ്റ്റ്, നമ്മൾ ജീവിതത്തിൽ എന്താണ് എവിടെയോ ലോസ്റ്റ് ആയി പോയി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് സ്പീക്കറിൻ്റെ ഓൺ ഫീലിംഗ് ആണ്, എവിടെയും ബിലോങ് ചെയ്യുന്നില്ല സ്പീക്കറിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ സ്പീക്കർ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാൻസ 4-നകത്ത് ഗ്രാൻഡ് മദറിൻ്റെ ഹാൻഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഡ്രീം വേൾഡിലോട്ടാണ് സ്റ്റാൻസ 4 നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ സ്പീക്കർ ഒരു ഓഷ്യൻ വേവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഓഷ്യൻ വേവ്സിനെ ഗ്രാൻഡ് മദറിൻ്റെ സിൽക്ക് ഫാനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ സിൽക്ക് ഫാൻ എന്തിൻ്റെ കണക്കിരിക്കുവാണ്, ഒരു ഷെല്ല് പോലെ ഇരിക്കുവാണ്. ലൈറ്റ്, അതായത് വെളിച്ചം ഗ്രാൻഡ് മദറിൻ്റെ പുറത്തോട്ട് വീഴുന്നു. സോ അവർ വളരെ ഫ്രജൈൽ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ട് മാറുവാണ് ഈ ഗ്രാൻഡ് മദർ. അവരുടെ ആ ഒരു ഫിസിക്കൽ ഒരു വീക്ക്നെസ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ലവിങ് ഡെലിക്കേറ്റ് മെമ്മറി ഓഫ് ഗ്രാൻഡ് മദറിനെ കുറിച്ചും, ആ ഗ്രാൻഡ് മദർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ട്രഡീഷൻ, ഫാമിലി അല്ലെങ്കിൽ വിസ്റ്റത്തിനെ കുറിച്ചുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻസ 5-നകത്ത് വീണ്ടും ഗ്രാൻഡ് മദർ പ്രേ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓരോ ഡോറിൻ്റെ ഫ്രണ്ടിലും പോയി, വലിയ വീട്ടിലെ ഓരോ ഡോറിൻ്റെ ഫ്രണ്ടിലും പോയി നീൽ ഡൗൺ ചെയ്ത് അവരുടെ ആ ഡിവോഷൻ അല്ലെങ്കിൽ സാക്രിഫൈസിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഡ്യൂസ് പേ ചെയ്യുവാണെന്നാണ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരെന്താണോ അവർ വൈഫായിട്ടോ മദറായിട്ടോ വുമണായിട്ടോ സൊസൈറ്റിയിൽ എന്ത് റോളാണോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, സൊസൈറ്റി എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗ്രാൻഡ് മദർ ജീവിച്ചത് ഈ ഒരു വലിയ വീട്ടിൽ. അപ്പോൾ ആ ഒരു എൻഡ്ലെസ് ഡെറ്റ്, അതായത് അവർക്ക് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ഓൾവേസ് ഗിവിങ്. റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് അവർ ഒരിക്കലും ഫ്രീ ആവുന്നില്ല ആസ് എ വുമൺ. അപ്പോൾ അതായത് ആ പണ്ട് കാലത്തെ സ്ത്രീകൾ അൺഎൻഡിങ് ആയിട്ടുള്ള ബേർഡൻസ് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. സ്റ്റാൻസ 6-നകത്ത് ആരുടെ ഫ്ലൂട്ടിൻ്റെ ഇതാണ്, ഒരു ഡാർക്കിൽ ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്ന കേൾക്കുന്നു. അതൊരു സോഫ്റ്റ് ഹോണ്ടിങ് മ്യൂസിക്കാണ്. മാരേജ് സോങ്ങുമായിട്ടാണ് അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബ്രൈഡിൻ്റെ മ്യൂസിക്കുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഈ വെഡ്ഡിങ്സിലൊക്കെ കേൾപ്പിക്കുന്ന ട്രഡീഷണൽ മ്യൂസിക് ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാഡ് അല്ലെങ്കിൽ ലോൺലി ഫീലിംഗ് ആണ് വരുന്നത്. അതെന്തിനായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീയുടെ റോള് മാരേജ് ആകുമ്പോഴത്തേക്ക് അവരൊരു കൈൻഡ് ഓഫ് ലോസ്റ്റ് ആയി മാറുകയാണ്, അവരുടെ ഡ്രീംസ് എല്ലാം ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിയുന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ട് ഭയങ്കര വിഷമിച്ച് പാടുന്നതെന്നാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാൻസ 7-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ അവളെ തന്നെ ഒരു പുവർ ഫോർക്ഡ് തിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മദറിനെ പറയുകയാണെന്നും പറയാം, അല്ലെങ്കിൽ സ്പീക്കർ സ്വയം പുവർ ഫോർക്ഡ് തിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതായത് പുവർ ഫോർക്ഡ് തിങ് എന്ന് വെച്ചാൽ വളരെ സ്മോൾ ആൻഡ് ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ തോന്നുവാണ്. ആൻഡ് ഷീ ഹാസ് സ്പെൻഡ് ഹർ ഹോൾ ലൈഫ് വാച്ചിങ്. അതായത് ഈ സ്പീക്കർ അവരുടെ ഗ്രാൻഡ് മദർ എങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ കണ്ടിട്ടുള്ളത്, അതായത് എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു, അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എടുത്ത് വെക്കുന്നു, നീൽ ചെയ്യുന്നു, പ്രേ ചെയ്യുന്നു ഫാമിലി ഗോഡ്സിൻ്റെ അടുത്ത്. പക്ഷേ സ്പീക്കർ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ദ ഹൗസ് ഹോൾഡ് ഗോഡ്സ് റിമെയിൻ സൈലൻറ്റ് ആൻഡ് ദേ നെവർ റെസ്പോണ്ടഡ് ടു ഗ്രാൻഡ് മദേഴ്സ് പ്രേയേഴ്സ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ഒരു റിയലൈസേഷൻ ഗ്രാൻഡ് മദറിലില്ലെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനായിട്ടുള്ള സ്പീക്കറിന് ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. അതായത് ഇവരുടെ പ്രേയേഴ്സ് ഒന്നും ഹൗസ് ഹോൾഡ് ഗോഡ്സ് കേൾക്കുന്നില്ല. അതായത് ആ ട്രഡീഷൻ്റെ സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു പേട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ സൈലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എത്രമാത്രം ലോയൽറ്റി ഉണ്ടെങ്കിലും സാക്രിഫൈസ് ഈ ഗ്രാൻഡ് മദർ ചെയ്തെങ്കിലും പക്ഷേ ദൈവങ്ങൾ പോലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ പ്രേയേഴ്സ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്.